നമുക്കറിയാം വെയിറ്റ് കുറയ്ക്കുക എന്ന് വെച്ചാൽ സ്ലിമ്മായി ഭംഗിയായിരിക്കുക എന്ന് മാത്രമല്ല, അമിതമായിട്ടുള്ള ശരീരഭാരം നമുക്ക് ഒരുപാട് അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന പോലെയാണ്. അതായത് ഷുഗർ ഉള്ളവരോട്, രക്തസമ്മർദ്ദം ഉള്ളവരോട്, മുട്ടുവേദനയുള്ളവരോട്, PCOD ഉള്ളവരോട്, ഇനി ഫാറ്റി ലിവർ ഉള്ളവരോട് എല്ലാവരോടും ആദ്യം പറയുന്ന കാര്യം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ലാതാവും. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സുകൾ, ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക. ഇനി നിങ്ങൾക്ക് അതിന് സഹായിക്കുന്ന ഒരു ഫുൾ ഡേ ഡയറ്റ് പ്ലാൻ ആണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഡ്രസ്സുകൾ ലൂസായി തുടങ്ങും, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്ലാൻ ഒന്നുമല്ല. ഹെൽത്തി ആയിട്ട്, പ്രാക്ടിക്കലായിട്ട്, എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഈ പ്ലാനിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ലോ കാലറി ഡയറ്റ് ആണ്. കാലറി എന്നാൽ എന്താ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു എനർജിയുടെ യൂണിറ്റ് ആണത്. ഒരു 2000 മുതൽ 3000 കാലറി വരെയാണ് ഒരു അഡൽറ്റിന് ഒരു ദിവസം വേണ്ടത്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു 1500 കാലറിയുടെ ഡയറ്റ് പ്ലാൻ ആണ്. അതായത് ലോ കാലറി ഡയറ്റ് പ്ലാൻ ആണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഒരുപാട് കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോ കാലറി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ആ ശേഖരിച്ച് വെച്ചിട്ടുള്ള കൊഴുപ്പൊക്കെ ശരീരം ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ തടി കുറയാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്കായിട്ടുള്ള ഈ ലോ കാലറി ഡയറ്റ് ഫുള്ളായിട്ട് കാണുക. എന്നാൽ പട്ടിണി കിടന്ന് വിഷമിച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഒന്നുമല്ല. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്നാക്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 4 നമുക്ക് ഭക്ഷണം കഴിക്കാം. എല്ലാ ദിവസവും പല പല ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച റൊട്ടേറ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ഏകദേശം ഒരു 1500 കലോറി ഫുഡാണ് ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ 75 ഗ്രാം പ്രോട്ടീനും നമ്മൾ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് രാവിലത്തെ കാര്യം ആലോചിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എങ്ങനെയാ സാധാരണ കഴിക്കാറുള്ളത്? ആദ്യം ഒരു 3 ഇഡ്ഡലി ഇടും, കുറച്ച് കറി ഒഴിക്കും അല്ലേ? പിന്നീട് 2 ഇഡ്ഡലി കൂടി, അങ്ങനെയല്ലേ? കുറച്ചുകൂടി കറി ഒഴിക്കും. ഏകദേശം നമ്മൾ കഴിച്ചു വരുമ്പോൾ ഒരു 5 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇത് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതല്ലേ നമുക്ക് കൂടുതൽ ഈസി ആവുന്നത്. 2 ഇഡ്ഡലി മതി. അതിൽ പ്രോട്ടീൻ ഇല്ലല്ലോ, നമുക്ക് കുറച്ച് ഓംലെറ്റ് വെക്കാം. ഓംലെറ്റ് വളരെ കുറവ് എണ്ണയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. കുറച്ച് ചട്നി എടുക്കാം. തേങ്ങയാണ് നമ്മൾ ചട്നിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ ഹെൽത്തി ഫാറ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് അതിൽ കറി എടുക്കുക. അതിന് പകരമായിട്ട്, ഈ കറിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സാമ്പാർ ഉപയോഗിക്കാം. അതാവുമ്പോൾ അതിൽ കൂടുതൽ കഷ്ണങ്ങൾ ഉണ്ടാവും. ആ പച്ചക്കറികളൊക്കെ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പ്ലേറ്റ് ഒന്ന് നോക്കിക്കേ. അതിൽ ഇഡ്ഡലിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഓംലെറ്റിൽ പ്രോട്ടീൻ ഉണ്ട്, ആ ചട്നിയിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് സാലഡ് കൂടി ആഡ് ചെയ്യാം. കക്കരിയോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും നുറുക്കിയിട്ട് പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ വെച്ചാൽ മതി. അതുകൂടി കഴിച്ചാൽ മതി. ഇതാവുമ്പോൾ നിങ്ങളുടെ വയറ് നിറയും ചെയ്യും, എന്നാൽ കൂടുതൽ കാലറി ആവുകയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ നമ്മൾ ചായ പറയുന്നില്ല കേട്ടോ. കാരണം ഭക്ഷണത്തിന്റെ കൂടെ ചായ കഴിക്കുന്നത് നല്ലതല്ല. നമ്മൾ ആ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുമ്പോൾ അതിലെ പല ന്യൂട്രിയൻസ്, പല പോഷകങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാൻ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് ഈ ചായയിലെ പല ഘടകങ്ങളും തടയും. അതുകൊണ്ട് ചായ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോഴും പഞ്ചസാര ഇടണ്ട, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ഹെൽത്തി പ്ലേറ്റ് ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ചിനെ കുറിച്ച് പറയാം. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാലറി ഇല്ലാത്ത ഭക്ഷണങ്ങൾ അത് കഴിക്കാം. അതായത് വെള്ളം കുടിക്കാം, കുറച്ച് ചെറുനാരങ്ങ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാം. അതായത് ലൈമായിട്ട് പഞ്ചസാര ഇടാതെ കുടിക്കാം. അങ്ങനത്തെയൊക്കെ ശ്രദ്ധിക്കാം. വെള്ളം ഒരു 2 മുതൽ 3 ലിറ്റർ വരെ കുടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്ക് ലഞ്ചിനെ കുറിച്ച് പറയാം. എപ്പോഴും നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ ചോറിനെ കുറിച്ച് തന്നെയാണ് പറയണത്. മിക്ക വീടുകളിലും ചോറായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ അതെങ്ങനെ നമ്മുടെ ഡയറ്റ് പ്ലേറ്റ് ആക്കി മാറ്റാമെന്ന് നോക്കാം. എപ്പോഴും ചോറിന്റെ അളവ് ശ്രദ്ധിക്കുക. ഒരു 120 ഗ്രാം ചോറാണ് വിളമ്പേണ്ടത്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു 150 ഗ്രാം കറിയുണ്ട്. പരിപ്പ് കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 100 ഗ്രാം ഉപ്പേരി. ഉപ്പേരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം. പിന്നെ ഒരു 200 ഗ്രാം തൈര്. തൈര് എപ്പോഴും നല്ലതാണ്, പ്രോബയോട്ടിക് ആണ്. നിങ്ങളുടെ വയറിന്റെ ആരോഗ്യമൊക്കെ ഒരുപാട് മെച്ചപ്പെടുത്താൻ സഹായിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച്, പ്രോബയോട്ടിക്കിനെ കുറിച്ച്, നല്ല പ്രോബയോട്ടിക്കൽ ഏതൊക്കെയെന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ മറക്കാതെ കാണുക. അപ്പോൾ ഇതാണ് നമ്മൾ ലഞ്ചിന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 550 കലോറിയാണ് വരുന്നത്. പരിപ്പ് കറി ഇഷ്ടമില്ലാത്തവർക്ക് ചെറുപയർ, കടല, മമ്പയർ ഇതൊക്കെ വെച്ച് കറികൾ ഉണ്ടാക്കാം.
ഏകദേശം ഈ അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം ആ കാലറി തന്നെയാണ് വരിക. ഇനി അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ലഞ്ച് കഴിഞ്ഞു. ഇനി വൈകുന്നേരം സ്നാക്ക് കഴിക്കുന്നവരുണ്ടാവും അല്ലേ? അങ്ങനെ സ്നാക്ക് കഴിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാം. എപ്പോഴും നല്ലത് ആ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ്. ഇപ്പൊ ചില സമയങ്ങളിൽ പേരയ്ക്ക ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, ചില സമയങ്ങളിൽ മുന്തിരി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് സീസണിൽ ആ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ പേരയ്ക്ക കിട്ടുമെങ്കിൽ ഒരു 100 ഗ്രാം പേരയ്ക്ക കഴിക്കാം. 100 ഗ്രാം പേരയ്ക്കയിൽ ഒരു 75 കലോറിയൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് മാറ്റി കിട്ടും. ഇനി പേരയ്ക്ക വേണ്ട എന്നുള്ളവർക്ക് ഒരു മീഡിയം സൈസ് ആപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ 100 ഗ്രാം പപ്പായ കഴിക്കാം, അല്ലെങ്കിൽ 100 ഗ്രാം തണ്ണിമത്തൻ കഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് വൈകുന്നേരത്തെ സ്നാക്കിനായി തിരഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞു, അളവാണ് ശ്രദ്ധിക്കേണ്ടത്, അത് കൂടി പോകരുത്. ഫ്രൂട്ട്സ് നിങ്ങൾ ഡയറ്റ് കഴിക്കുമ്പോൾ പേടിക്കേണ്ടതൊന്നുമല്ല. കൂടുതൽ കാലറി ഏതൊക്കെ ഫ്രൂട്ട്സിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാരണം അത് വളരെ നല്ലൊരു സാധനമാണ്. അതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അളവ് കുറച്ച് ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി. ഞാൻ ഫ്രൂട്ട്സിനെ കുറിച്ച് അതിന്റെ കാലറിയെ കുറിച്ചൊക്കെ ഒരു ചാർട്ട് വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഏത് ഫ്രൂട്ട്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ട് അത് തിരഞ്ഞെടുത്ത് കഴിക്കാൻ പറ്റും. ഡയറ്റ് ഒരിക്കലും ഓവർ ആക്കരുത്, ഓവർ സ്ട്രിക്റ്റ് ആക്കരുത്. അങ്ങനെയാവുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, വയറ് നിറച്ചുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാം. പക്ഷെ അതിന്റെ അളവ് ശ്രദ്ധിക്കണം. ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മൾ 3 ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ഡിന്നറിനെ കുറിച്ച് പറയാം. ഇനി 2 ചപ്പാത്തി. ചപ്പാത്തി ആയിരിക്കും സാധാരണ നമ്മുടെ വീടുകളിൽ രാത്രി പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചപ്പാത്തി വെച്ച് കണക്ക് പറയുന്നത്. 2 ചപ്പാത്തി, 100 ഗ്രാം പനീർ ബുർജി, 100 ഗ്രാം ഉപ്പേരി. ഈ ചപ്പാത്തി ഗോതമ്പ് ചപ്പാത്തി ആവുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ മറ്റുള്ള ഓപ്ഷൻ ഉള്ളത് രാഗി കൊണ്ടുള്ള ചപ്പാത്തി ആവാം. ഇപ്പോൾ മില്ലറ്റുകളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ മില്ലറ്റുകൾ കൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. ഏതായാലും 2 എണ്ണം മതി, അളവ് ശ്രദ്ധിക്കുക. പനീർ ബുർജിയും ഒക്കെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ലഞ്ചിനെ കുറിച്ച് പറഞ്ഞു, സ്നാക്ക് പറഞ്ഞു, ഡിന്നർ പറഞ്ഞു. എല്ലാത്തിലും കാലറി കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വയറ് നിറച്ചുകൊണ്ട് തന്നെ ഡയറ്റ് എടുക്കാൻ പറ്റും. നിങ്ങളൊരു പ്ലേറ്റ് തണ്ണിമത്തൻ കഴിക്കുന്നതും ഒരു ചെറിയ ചോക്ലേറ്റ് പീസ് കഴിക്കുന്നതും കലോറി സെയിം ആണ്. ഇപ്പൊ അത് വിശദമായിട്ട് പറഞ്ഞുതരാം. തണ്ണിമത്തനാകുമ്പോൾ അതിൽ ധാരാളം വെള്ളം ഉണ്ടാവും, നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ആണുള്ളത്. എന്നാൽ ചോക്ലേറ്റിന്റെ കാര്യം നോക്കിയാൽ അതിൽ റിഫൈൻഡ് ഷുഗർ ആണുള്ളത്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള കാലറി വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് ഭക്ഷണത്തിലാണ് കലോറി കുറവുള്ളത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഫ്രൈഡ് ഐറ്റംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എണ്ണയിൽ വറുത്ത കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കണം. കാരണം 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു 4 കലോറിയാണ് കിട്ടുന്നത്. അതിലാണ് അരിഭക്ഷണമൊക്കെ വരുന്നത്. ഇനി നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചാൽ ഒരു ഏകദേശം 1 ഗ്രാമിന് 4 കാലറിയാണ് കിട്ടുന്നത്. എന്നാൽ ഫാറ്റ് കഴിക്കുമ്പോൾ 1 ഗ്രാമിന് 9 കാലറി വരെ കിട്ടുന്നുണ്ട്. ഇഡ്ഡലിയാണോ വടയാണോ എന്ന് നോക്കിയാൽ അതിന്റെ സൈസ് നോക്കിയാൽ ഏകദേശം സെയിം അല്ലേ? പക്ഷെ അതിൽ വട വരുന്നത് വറുത്ത് പൊരിച്ചിട്ടാണ്. അതുകൊണ്ട് അത് നല്ലതല്ല. ഇഡ്ഡലിയുടെ ഇരട്ടി കാലറി വരുന്നുണ്ട് വടയ്ക്ക്. അപ്പോൾ കാലറി കുറവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, സ്നാക്സ്, ഡിന്നർ ഇതെല്ലാം നിങ്ങളൊന്ന് അളവ് ക്രമീകരിക്കുക. നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ അളവ് ക്രമീകരിച്ച് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ടാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞു. അതല്ലാത്ത വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സിമ്പിൾ ആക്കിയത്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഡയറ്റ് എടുക്കുന്നത് എന്ന് കമന്റിൽ പറയുക. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനിയിപ്പോൾ ധാരാളം വിശപ്പുണ്ട്, എനിക്ക് പെട്ടെന്ന് വിശക്കുന്നുള്ളവരെ കൂടുതൽ സലാഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാവുമ്പോൾ വയറ് നിറയുകയും ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈബേഴ്സും വൈറ്റമിൻസും മിനറൽസും അതുപോലെ ആന്റി ഓക്സിഡൻസും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരുപാട് ഉൾപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളുടെ കാലറി കുറവായിരിക്കും. നമ്മൾ ഒരു പ്ലേറ്റിന്റെ അരഭാഗവും പച്ചക്കറികൾ, അത് ഉപ്പേരി ആയിക്കോട്ടെ, സാലഡ് ആയിക്കോട്ടെ, മറ്റെന്താണെങ്കിലും പച്ചക്കറികൾ അങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.